ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഡിസീസുണ്ട്. ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവിടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല. അവസാനം റെസ്പിറേറ്ററി പോകും, അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും, പതിരകളുടെ കോശങ്ങളെ ചുരുക്കും, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. തൈമസ് ഇവിടെ ഇരിക്കുന്ന 2 ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും. അവിടെ ഭൂമി കുലുങ്ങുകയാണ്, അവിടെ ആകാശം കുലുങ്ങുകയാണ്, അവിടെ കടൽ ഇളകുകയാണ്. എന്താ ഡോക്ടർ പറയണത്? നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് അല്ല, മരിക്കാൻ പോണ രോഗീനോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും. എന്നിട്ട് നിങ്ങൾ ചാകും, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറയണം. അത് മെഡിക്കൽ ഗ്രൗണ്ടാണത്. പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല, സാരമില്ല ശരിയാവും എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും. അത് നിങ്ങളുടെ ആശുപത്രി ഫീസ്. പക്ഷെ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല. അപ്പോൾ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമുക്കുള്ള ഊര് കൂടി പോകും, നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും, നമ്മുടെ കടലിളകും, നമ്മുടെ ആകാശം ഇളകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന്, ഈ സിസ്റ്ററിൻ്റെ അമ്മ, സിസ്റ്റർ MBBS സ്റ്റുഡൻ്റാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ? അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ്. അവരുടെ അസുഖം എന്താണ്? ഇപ്പം തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയണമ്പോഴത്തേനും ഒപ്പം തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല. പക്ഷെ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരുടെ അമ്മ പറയും, അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ എന്ന് പറയും. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത്? അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിൻ്റെ ഊരും എൻ്റെ ആയുസ്സും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പോകുമെന്ന് പറയും. അതാണ് അമ്മ എന്ന് പറയണത്. അതായത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം. ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണല്ല പ്രശ്നം മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ രോഗിയായത് കാരണം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവർ അൾത്താരെ വരുമ്പോൾ അവിടെ തലയെ കൈ വെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ്? ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംനേഷ്യനിലൊക്കെ ഉള്ള 16 കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ. കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ. വാട്ട് ദേ ഫീലിംഗ് അവരുടെ ഫീലിംഗ് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ. അല്ല യമനിയമയാം പ്രാണായാമ പ്രത്യാസ ദിനിയാസ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജഗമിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാനമാർഗമാണത്. പക്ഷെ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും. അത് പുരോഹിത നീ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ് വേണ്ടത്ര സഹതാപം? നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നാട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ? ഇല്ല.
നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ്, അവന് അങ്ങനെ തന്നെ വേണം, അവന് ഇത്തിരി ഇടുപ്പ് കൂടുതലാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മനസ്സിരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്. ഈ ലോകത്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, തോറ്റുപോയോ, കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാജ തോറ്റല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് 2 മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടിയിടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്. ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, വരെ കാര്യമുണ്ടായോ, ഇന്നിട്ട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നും, ഉടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എടുത്തേ വചനം എടുത്തേ. എബ്രായർ 5:2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട്, പറഞ്ഞേ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന 2 ആത്മബന്ധത്തിന് 2 ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ്, അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവരെ. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷേ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവർക്ക് ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് പറയണത് മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc B.Ed ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc B.Ed ആണെന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വയ്ക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നീ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെൻ്റ് എന്ന് പറയണത്.
അതാണ് വിളവട്ടെ. ഫിലിപ്പി 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? പറ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല. സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല. ഞാൻ വലിയ ഒരു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല, തട്ടിക്കളയും. അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാണ്. ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത്? വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം. എന്ത് മനോഭാവം ആയിരിക്കണം? യേശുക്രിസ്തുവിന്റെ മനോഭാവം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പം പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത്. നമ്മുടെ ഭൂമി കുരുങ്ങണത്, ആകാശം കുരുങ്ങണത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാലം കടന്നു പോകുന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം. ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടന്നു, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്കാണ് പ്രയോജനം. എന്താ കാര്യം? ഇപ്പം തന്നെ അർപ്പിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞില്ലേ? അർപ്പിതം എന്താ പ്രശ്നം? അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട്. അർപ്പിതനോട് പറയും ഇതൊക്കെ എൻ്റെ അവരെ കിട്ടിക്കഴിയുമ്പോൾ, രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോഴും നാരായണ എന്ന് പറയും, പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും. എന്താണ്? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയും, എടാ പള്ളിപ്പോടാ എന്ന് അമ്മ വിളിക്കും. അമ്മ പറയും എനിക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും. വർക്കൗട്ട് എന്ന് ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനാ വർക്കൗട്ട് എന്ന് പറയണത്. അപ്പോൾ അവൻ പള്ളിയിൽ പോകാതെ വർക്കൗട്ടിന് പോകും. വർക്കൗട്ടിന് പോയി ജിംനേഷ്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. എന്താ കാര്യം? യു ആർ അഡ്മിറ്റഡ്. എന്താണ്? നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഇവന് കരച്ചിൽ വരാമെന്ന് അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടും. അവൻ ജിംനേഷ്യത്തിൽ ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കെ വന്ന് കണ്ണീരോടെ വലിയവായി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. ഞാൻ ആനുകൂല്യം അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടങ്ങുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും. പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടോടെ ഞാൻ നിന്നോട് അകലും. എന്നിട്ടും ഞാനിങ്ങനെ പല പ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവെ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വെട്ടപ്പെട്ടി പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ അവൻ പള്ളിയും പറ്റത് നിന്നുകൊണ്ട് തേങ്ങി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചോ? നീ എനിക്ക് തന്ന കഴിവുകൾ, എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത്, എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി. ഞാൻ അപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും, ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും, ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന്. കാര്യം പിന്നാലെ വന്ന് പറയാൻ കാര്യം, ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ദൈവത്തിനും അവനുമാണ്. അപ്പോൾ അവന് ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവത്തിൻ്റെ മെറിറ്റിൽ അവനെ റീസ്റ്റേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത്. കർത്താവെ, അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അനുതാപത്തോടുകൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അർപ്പിത് കൃപാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാന അനുഭവങ്ങളുടെ അവൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയൊരു സ്ഥലമാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാക്കുകൾക്ക് നിന്നെ തന്നെ നീ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നൂറ്റാണ്ടിലെ യൂത്തിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ. കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്യൂട്ട് ചെയ്യുന്നൊരു സാക്ഷ്യമാണത്. കാര്യം ഉടമ്പടി എടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻവലിക്കൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കണത്. കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും, നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും. അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഹെവനിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ഇംഗ്ലീഷ് പോയമാണ്. ഞാൻ കടലിലായിരിക്കുമ്പോൾ, ഞാൻ കടലിപ്പോൾ ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന്, പക്ഷെ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ്. സങ്കീർത്തനം 139 തിരുവചനം 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? പറഞ്ഞ അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. ഒരു മനോഹരമായി ഇത് അനാദികാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ്. ദൈവസ്നേഹത്തിൻ്റെ വാരിപ്പുണർച്ച. ഇട്ടേച്ചും പോയാലും പുറകേ വരും, ഒരു പട്ടിയെപ്പോലെ പുറകെ വരും. നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാൾ മുമ്പേ വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മറുതലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം. ഞങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങളെ വിട്ടുപിരിയാത്ത അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.